കുടുംബങ്ങൾ ഭദ്രമായിരിക്കുകയും കുടുംബങ്ങളിൽ ആചാരശുദ്ധി നിലനിൽക്കുകയും ചെയ്താൽ മക്കൾ ലഹരിക്ക് അടിമപ്പെടില്ലെന്ന് മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ലക്ഷ്യം തന്നെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ധർമ്മ സന്ദേശയാത്രയുമായി ബന്ധപ്പെട്ട് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മാർഗദർശക മണ്ഡലം നേതൃത്വം നൽകുന്ന ധർമ്മ സന്ദേശയാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നേതൃത്വം നൽകുന്ന സ്വാമി ചിദാനന്ദപുരി നമ്മോടൊപ്പമുണ്ട്. സ്വാമിജി, എന്താണ് ഈ യാത്രയുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ യാത്ര സന്യാസിമാർ, കേരളത്തിലെ മാർഗദർശക മണ്ഡലവുമായി ബന്ധപ്പെടുന്ന സന്യാസിമാർ മൊത്തത്തിൽ ഒത്തൊരുമിച്ച് നമ്മുടെ ഇന്നത്തെ സമാജത്തിന് പ്രായോഗികമായ പുരോഗമനപരമായ സന്ദേശങ്ങൾ നൽകുക. നമ്മൾ സമാജത്തിൽ നിലനിൽക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രയോജനമില്ല. നമുക്കെല്ലാം അറിയാം, മയക്കുമരുന്നുകൾ വ്യാപിക്കുന്നത്, കുടുംബ ഛിദ്രതകൾ, മറ്റ് പലതരത്തിൽ നമ്മുടെ സമാജത്തിൻ്റെ അറിവില്ലായ്മ ചൂഷണം ചെയ്യപ്പെടുന്നത് ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ സമുദായ ഭേദങ്ങളിലുള്ള ഭിന്നതകൾ. അപ്പോൾ ഇത്തരം ദോഷങ്ങളെക്കുറിച്ച് പറയുന്നതിന് പകരം എന്താണ് പ്രായോഗികമായി ഇന്നത്തെ വർത്തമാന കാലത്ത് നമ്മുടെ സമാജത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ എന്ന് എല്ലാ സന്യാസിമാരും ഒത്തൊരുമിച്ച്, അതായത് എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരവരുടേതായ രീതിയിൽ പരമാവധി പ്രവർത്തിക്കുന്നുണ്ട് ദീർഘകാലമായിട്ട്. പക്ഷെ ഒത്തൊരുമിച്ച് വന്ന് പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്വാമിജി, ഇപ്പം പുതുതലമുറ, ഇപ്പോൾ സ്വാമിജി പറഞ്ഞത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലഹരിയുടെയൊക്കെ കടന്നുകയറ്റമാണ്. ഇപ്പോൾ ഇത് ന്യൂജൻ കാലഘട്ടമാണ്. ഇവിടെ രാസലഹരിയുടെ ഒരു കുത്തൊഴുക്ക് പുതിയ തലമുറയെ വല്ലാതങ്ങ് ബാധിച്ചു എന്ന് പഠനങ്ങൾ പോലും തെളിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ സന്യാസിമാരുടെ ഈ ഒരു യാത്രയ്ക്ക് വളരെയധികം പ്രാധാന്യം കൂടിയുണ്ട്. അപ്പോൾ ഈ യാത്രയിലൂടെ അതിന് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ? നമ്മളാൽ കഴിയുന്നത് ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. കാരണം ഇന്നത്തെ രാസലഹരിയുടെയൊക്കെ പിന്നിൽ, അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ പിന്നിലുള്ളത് ചെറിയ ലോബികളല്ല, വമ്പൻ ലോബികളാണ്. അപ്പോൾ അതില്ലാതാക്കാൻ സന്യാസിമാർക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമായിരിക്കുകയും നമ്മുടെ കുടുംബങ്ങളിൽ ആചാരശുദ്ധി നിലനിൽക്കുകയും സ്നേഹത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ അന്തരീക്ഷം പുലരുകയും ചെയ്താൽ നമ്മുടെ മക്കൾ അതിനടിമപ്പെടുന്നത് ഇല്ലാതാക്കാൻ കഴിയും. അതിനുള്ള സന്ദേശം നമുക്ക് സമാജത്തിൽ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് സാധിക്കുക. എല്ലാം തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. കുടുംബത്തെ കണ്ടാണ് സമൂഹത്തിന് മാതൃകയാകുന്ന രീതിയിലൊരു പൗരൻ വളർന്നു വരേണ്ടത്. അപ്പോൾ സമൂഹി പറഞ്ഞതിൽ വളരെ പ്രസക്തിയുണ്ട്. അപ്പോൾ കുടുംബത്തിൽ വന്ന കുറേ മൂല്യച്യുതികളിലൊന്ന് ഈ ആധ്യാത്മിക കാര്യങ്ങൾ ഉൾപ്പെടെ മലയാളി ഹൈന്ദവ സമൂഹം പിന്നോട്ട് പോയത് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആചരണങ്ങളിൽ നിന്ന് വളരെ പിന്നോക്കം പോയി, ശാസ്ത്രബോധത്തിൽ നിന്ന് പിന്നോക്കം പോയി. നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ സനാതനധർമ്മത്തെ നിലനിർത്തി പോകുന്നത് നമ്മുടെ കുടുംബങ്ങളാണ്. കുറച്ച് ദശകങ്ങളായി നമ്മുടെ കുടുംബ സങ്കല്പത്തിൽ തന്നെ ശൈഥില്യം വന്നു. മുത്തശ്ശിയിൽ നിന്ന്, മുത്തശ്ശനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന് കേട്ടും കണ്ടും വളർന്ന ഒരു സാഹചര്യത്തിൽ ന്യൂനത വന്നു. അപ്പോൾ ന്യൂനതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. മറിച്ച് അത് വരും തലമുറയിൽ ഉണ്ടാക്കണം എന്നുള്ള സന്ദേശം നൽകുക, നമ്മളാൽ കഴിയുന്നത് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ യാത്ര തിരുവനന്തപുരത്താണ് സമാപനം കുറിക്കുന്നത്. അപ്പം ഈ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും 14 ജില്ലകളിലൂടെയും ഈ യാത്ര കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ യുവാക്കളിൽ ഇത്തരം കാര്യങ്ങൾ എത്തിക്കാൻ ആവശ്യമായ മറ്റെന്തെങ്കിലും നടപടികൾ കൂടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് പല ജില്ലകളിലും യുവസമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. പല ജില്ലകളിലും കുമാരി സംഗമങ്ങൾ, യുവസമ്മേളനങ്ങൾ, ഇങ്ങനെ പലതും നടന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള പദ്ധതികൾ. ഇനി ഈ യാത്ര കഴിഞ്ഞാലും ഇതിൻ്റെ ഫോളോ അപ്പായിട്ട് പ്രവർത്തനങ്ങൾ നടക്കും. ഈ യാത്രയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, മറിച്ച് 2 പരിപാടികളാണ് ഓരോ ജില്ലയിലും നടക്കുക. ഒന്ന് ഹിന്ദു നേതൃസമ്മേളനം. ഇപ്പം നേതൃസമ്മേളനത്തിൽ നമ്മുടെ സാമുദായിക, സാംസ്കാരിക നേതൃത്വം വഹിക്കുന്നവർ, അതുപോലെ യോഗം, വേദം, വേദാന്തം, തന്ത്രം, പൂജ,
വാസ്തു, ജ്യോതിഷം ഇതൊക്കെ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ. അപ്പോൾ അവരെ വിളിച്ചു കൂട്ടുന്നതിലൂടെ അവരിലൂടെ സമാജത്തിലേക്ക് എത്തും. കാരണം ഇവർക്കൊക്കെ യുവസംഘടനകളുണ്ട്, അവരിലൂടെ സമാജത്തിലേക്ക് എത്തും. 2 പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനത്തിന് ആബാലവൃദ്ധം ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സർക്കാർ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സന്യാസി സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ സന്യാസിമാർ അല്ലെ ഇത്തരം ഒരു പ്രവൃത്തിയുമായി ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നില്ല എന്നൊരു കാഴ്ചപ്പാട് കൂടിയില്ലേ? ഇവിടെ സർക്കാർ ചെയ്യേണ്ടതാണ്. പക്ഷേ ധർമ്മ ജാഗരണം എന്നുള്ളത് അടിസ്ഥാനപരമായി കുടുംബങ്ങളിൽ നടക്കേണ്ടതാണ്. നമ്മുടെ സങ്കല്പം അനുസരിച്ച് നമ്മുടെ ഒന്നാമത്തെ ഗുരു അമ്മയാണ്, അനന്തരം അച്ഛനാണ്. അപ്പോൾ അമ്മയും അച്ഛനും കുടുംബവും ചെയ്യേണ്ടുന്ന കർത്തവ്യം ഒന്നിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സർക്കാർ ചെയ്യേണ്ടത് അതെല്ലാം ഇതിൽ പെടും. അപ്പം നമ്മൾ സമാജം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഇച്ഛിക്കുന്നവരൊക്കെ മറ്റേയാൾ ചെയ്യേണ്ടതാണ് അയാൾ ചെയ്യേണ്ടതാണെന്ന് കാണാതെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ട കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് മാർഗദർശക മണ്ഡലം ഏറ്റെടുത്തിട്ടുള്ളത്. യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു സ്വാമിജി. ഇത് ഏതായാലും വലിയൊരു ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു യാത്ര തന്നെയാണ് മാർഗദർശക മണ്ഡലം ഇപ്പോൾ നടത്തുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കാസർഗോഡ്.